ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികളുടെ പോഷകാഹാരത്തെക്കുറിച്ചും പോഷകത്തിന്റെ കുറവുകൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എപ്പോഴും നമ്മൾ പോഷകാഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ 1000 ദിവസങ്ങൾ എന്നത്. അതായത് അമ്മയുടെ വയറ്റിൽ അകത്തിരിക്കുന്ന 270 ദിവസം, അതുപോലെ ആദ്യത്തെ ഒരു വർഷം, രണ്ടാമത്തെ ഒരു വർഷം, അങ്ങനെ ഈ 3 കാലങ്ങളും കൂടിയുള്ള 1000 ദിവസങ്ങളാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, അതായത് അവൻ്റെ ഭാവിയിലേക്കുള്ള മിക്ക കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലുള്ള അമ്മയുടെ ആരോഗ്യമാണ് ഭാവിയിലുള്ള കുട്ടിക്ക് ഉണ്ടാകുന്ന ശാരീരികമായ വളർച്ചയ്ക്കും വികാസത്തിനുമായ അടിസ്ഥാനം ഉണ്ടാവുന്നത് ഈ പ്രായത്തിലാണ്. ഓക്കെ, ഇതിന് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കോശത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ 2 വയസ്സാവുന്നവരെ ഈ 1000 ദിവസങ്ങളിൽ ഒരു കുട്ടി അവൻ്റെ തലച്ചോറിൻ്റെ 80% വളർച്ച സംഭവിക്കുന്നത് ഈ ഒരു 2 വയസ്സിനുള്ളിലാണ്. അതുപോലെ തന്നെ ഒരു മുതിർന്ന ഒരാളുടെ ഒരു 50% അതെ ഹൈറ്റ് കാണാം. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട് സാർ. സ്ലൈഡ് കാണുന്നില്ലേ? ഓ, കാണാം. അപ്പോൾ ഒരു 50% ഒരു വലിയ ഒരാളുടെ ഹൈറ്റ് ഈ അവസരത്തിൽ കുട്ടിക്ക് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ വലിയ ഒരാളുടെ വെയിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 20% കുട്ടി ഈ ഒരു പ്രായത്തിലാണ് അറ്റൈൻ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ ബ്രെയിൻ ഗ്രോത്ത് ആണ്. കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളർച്ച ഇത് 80% നടക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് ആവശ്യമുള്ള പോഷകങ്ങളും മറ്റും ലഭിച്ചില്ലെങ്കിൽ അത് പെർമനൻ്റ് ആയി ഭാവിയിലേക്ക് കുട്ടിക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ എന്തിനാണ് കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി 3 Gs എന്ന് പറയാം. അതായത് ടു ബി ഓൺ ദ ഗോ, ടു ഗ്രോ ആൻഡ് ടു ഗ്ലോ. അതായത് ടു ബി ഓൺ ദ ഗോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ സ്വാഭാവികമായി കളിക്കാനും അവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഇത് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ കുട്ടി, ഞാൻ പറഞ്ഞു, ഈ വളരുന്ന പ്രായമാണ്. ഈ പ്രായത്തിന് ആവശ്യമായതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അതുപോലെ ടു ഗ്ലോ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ശരീരത്തിന്, കുട്ടി ശരിക്കും തിളങ്ങണമെങ്കിൽ അതിൻ്റെ ശരീരം നന്നാവണം, മനസ്സ് നന്നാവണം, എല്ലാം നന്നാവണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ കുട്ടി കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ അവന് കിട്ടേണ്ട എനർജിയുടെ അളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 വയസ്സാകുമ്പോൾ തന്നെ അമ്മ കഴിക്കുന്നതിൻ്റെ പകുതി ഭക്ഷണം കുട്ടി കഴിക്കേണ്ടതുണ്ട്. അതായത് അമ്മയ്ക്ക് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതി, അത്രയും നല്ല അളവിൽ തന്നെ ആ 1 വയസ്സിൽ കുട്ടിക്ക് ഭക്ഷണം ലഭിക്കേണ്ടതാണ്. അപ്പോൾ 1 വയസ്സിന് ശേഷം ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അച്ഛൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏകദേശം പകുതി അളവിൽ കുട്ടിക്ക് ലഭിക്കണം. അപ്പോൾ ഇത്രയും ഇത്രയും നല്ല ഭക്ഷണം ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് ലഭിക്കേണ്ടതാണ്. ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അമ്മയുടെ അച്ഛൻ്റെയും കണക്ക് വെച്ച് നോക്കിയാൽ പകുതി ഈ പ്രായങ്ങളിൽ ലഭിക്കേണ്ടതാണ്. ഓക്കെ, ഇനി മാൽന്യൂട്രീഷൻ, അതായത് പോഷകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത് പ്രധാനമായും 3 രീതിയിലാണുള്ളത്. ഒന്ന് അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയും. അതായത് കുട്ടിക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ലഭിക്കാതെ കുട്ടിക്ക് തൂക്കക്കുറവും ഹൈറ്റ് കുറവൊക്കെ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടിയ അവസ്ഥ, അതായത് ഓവർ ന്യൂട്രീഷൻ. കാരണം ഇപ്പോൾ നമുക്ക് കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്തൊക്കെ നമുക്ക് കാണാം, മിക്കവാറും കുട്ടികളൊക്കെ പൊണ്ണത്തടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനിടയിലുള്ള മറ്റൊരു നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. അതായത് കുട്ടികൾക്ക് നമ്മൾ പ്രധാനമായും കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ ആവശ്യമുള്ള മൂലകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ മൂലകങ്ങൾ, ഇതിൻ്റെ ഡെഫിഷ്യൻസി. ഇത് നമുക്ക് പുറത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിശപ്പാണ്. നമ്മൾ പ്രധാനമായും, നമുക്കറിയാം, ഒരാളുടെ ആരോഗ്യം, നല്ല ശരീരമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റും ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അതിൻ്റെ ഏറ്റവും നല്ല വാല്യൂ 18.5 മുതൽ 24 വരെയാണ്. ഒരു 30-നൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് പൊണ്ണത്തടി എന്നാണ് പറയുക. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് റെയിൻബോ റെവല്യൂഷൻ, അല്ലെങ്കിൽ മൈ പ്ലേറ്റ് കൺസെപ്റ്റ് എന്ന് പറയും. ഇതിൽ
നമ്മൾ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്താൽ ഒന്നുകിൽ ചോറുണ്ടാവും, കുറച്ച് കറി ഉണ്ടാവും. ഇത്രയും നമ്മൾ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും പത്തിരിയോ അല്ലെങ്കിൽ എന്ത് കറിയോ ഉണ്ടാവും. നമ്മൾ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന പോലെ അതിൽ ഒരു പ്ലേറ്റിന്റെ ഹാഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കും. നമ്മൾ സാധാരണ ചോറൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുക്കാൽ ഭാഗവും ചോറായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ പകുതി നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ ഇറച്ചി, മീറ്റ് ഐറ്റംസ്, ഇറച്ചി, മുട്ട, ഇതൊക്കെ. പിന്നെ വെജിറ്റേറിയൻ ആണെങ്കിൽ അവർക്ക് ഇലക്കറികളും മറ്റും ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഡയറി ഐറ്റംസ്, അതായത് പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള അന്നജങ്ങൾ ലഭിക്കാൻ വേണ്ടി ധാന്യങ്ങളായി, അതായത് നമ്മുടെ ചപ്പാത്തി ഉണ്ട്, അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്, പ്രോട്ടീൻസ് ലഭിക്കാനായി ചെറിയ മീറ്റിൻ്റെ ഒരു കഷ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമീകൃതമായ ആഹാരമാണ് നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടത്. നമ്മളെപ്പോഴും ധാന്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. കുട്ടിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ലഭിക്കുന്നില്ല. പലപ്പോഴും പലരും കഞ്ഞി മാത്രം, എപ്പോഴും കുട്ടികളെ കഞ്ഞി കുടിപ്പിക്കാറുണ്ട്. പക്ഷേ കഞ്ഞിയിലുള്ളത് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്. കുട്ടികൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസോ പ്രോട്ടീൻസോ മിനറൽസോ ഒന്നും കഞ്ഞിയിൽ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പ്രോട്ടീൻസ് ഉള്ള എന്തെങ്കിലും പയറ് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും കഞ്ഞിയുടെ കൂടെ കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, അത് നമ്മൾ ക്യാരറ്റോ മറ്റോ വേവിച്ച് നല്ല കഞ്ഞിയിൽ ഒന്നുകിൽ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ കൊടുക്കുക. കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സും കൊടുക്കും. ഇപ്പോഴാണ് കുട്ടിക്ക് എല്ലാ പോഷകങ്ങളും ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ പലരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് റെഡി മെയ്ഡ് ഫുഡായിട്ട് ജങ്ക് ഫുഡ്സ് എന്നൊക്കെ പറയും. നമ്മൾ ജാം, അതുപോലെ ബട്ടർ, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ന്യൂട്രീഷൻ ഫാക്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന എല്ലാ ബോട്ടിലിൻ്റെ മുകളിലും ഈ ഇതുണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ഇതിൽ നമ്മൾ മനസ്സിലാകും, മിക്കവാറും ഐറ്റംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ, അതായത് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ അളവിൽ ഷുഗർ ഉണ്ടാവും. നിങ്ങൾ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 10 ഗ്രാം ആഡഡ് ഷുഗർ എന്ന് നിങ്ങൾക്ക് കാണാം. ഇതാ ഈ ഇവിടെ ആയിട്ട്, അതായത് 10 ഗ്രാം എന്ന് പറഞ്ഞാൽ 10 ഗ്രാം നമ്മൾ ഷുഗർ മാത്രമായിട്ട് നമ്മൾ ഇത് ഒരു സെർവിങ്, അതായത് ഒരു കപ്പ് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ 10 ഗ്രാം, അല്ലെങ്കിൽ ഇത് വളരെ കുറഞ്ഞ ഒരു ലേബലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മിക്കവാറും ചോക്ലേറ്റ്സും മറ്റും എടുത്ത് നോക്കുകയാണെങ്കിൽ 20-30 ഗ്രാം ഷുഗർ ഉണ്ടാവും. അപ്പോൾ 4-5 ടീസ്പൂൺ ഷുഗർ ആയിട്ട് തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തതായി കണക്കാക്കണം. ഇത്രയും കൂടുതൽ ഷുഗർ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവർക്ക് ശരീരത്തിന് ഹാനികരമായതാണ്. അതുപോലെ തന്നെ ഈ ഷുഗറൊക്കെ കുട്ടികളിൽ അടിഞ്ഞുകൂടി അതാണ് പിന്നെ കൊഴുപ്പായി അവർക്ക് പൊണ്ണത്തടിക്കും മറ്റും കാരണമാകുന്നത്. അതുപോലെ ഇതിലുള്ള കാലറി നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു സെർവിങ്ങിൽ 230 കാലറി, അതായത് ചില കുട്ടികൾക്ക് 600-700 കാലറി ഒരു ദിവസവും ഒക്കെ വേണ്ട. ഇത് ഒരു സെർവിങ് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം 250-300 കാലറി ആകും. പക്ഷേ കുട്ടികൾക്ക് ആവശ്യമുള്ള ബാക്കി ഭക്ഷണങ്ങൾ, അതായത് വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ കാലറി അടിഞ്ഞു കൂടിയിട്ടാണ് അത് കൊഴുപ്പായി പൊണ്ണത്തടിയും മറ്റും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കോവിഡിൻ്റെ സമയമാകുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ ഷേപ്പിൽ വന്നിരിക്കുന്ന വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നോർമലായിരിക്കുന്ന കുട്ടികൾ കുറച്ച് തടി വെച്ച് അവസാനം ഒരു ആപ്പിളിൻ്റെ ഷേപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതുപോലെ അവിടെ കാണാം, കുട്ടികൾ TV കണ്ടുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കുന്നു, സ്നാക്സ് കഴിക്കുന്നു. ഇതൊന്നും അവർക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെയാണ് നമ്മൾ മാൾ ന്യൂട്രീഷൻ, അതായത് നമ്മൾ മാളിൽ ലഭിക്കുന്ന ബർഗർ, പിസ്സ ഇതൊക്കെ കഴിച്ച് പൊണ്ണത്തടി വെക്കുന്നതാണ് മാൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മാൽ ന്യൂട്രീഷൻ എന്നത് നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ചില കുട്ടികളുടെ ഇപ്പോഴത്തെ ഷേപ്പ് പിയറിൻ്റെ ഷേപ്പാണ്, അതായത് അവരുടെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള എക്സസൈസ് ഇല്ലാത്തതിൻ്റെയും ഓവറായി കൊഴുപ്പടങ്ങിയതും ഫാസ്റ്റ് ഫുഡ് പോലത്തെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും പ്രശ്നമാണ്. അതുപോലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പിക്ചറാണ്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഫോട്ടോയിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അരഭാഗത്ത് തടിയുള്ള ആളാണ്, പൊണ്ണത്തടി, കുടവയറൊക്കെ ഉള്ള ആളാണ്. എന്നാൽ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ ഒരു സൂപ്പർ ഹീറോയുടെ, കുട്ടികൾക്കുള്ള ഇഷ്ടമുള്ള സ്പൈഡർമാൻ, സൂപ്പർമാൻ്റെ ഒക്കെ ബോഡി ഷേപ്പുള്ള ഒരാളാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ സമയമുണ്ടാവില്ല. കുട്ടികൾ എണീക്കാൻ ലേറ്റ് ആവും, ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടില്ല. അപ്പം വളരെ പെട്ടെന്ന് സ്കൂൾ ബസ് വരും, ആ സമയത്ത് നമ്മൾ പോകും.
നമ്മൾ ഭക്ഷണം പണ്ടൊക്കെ പറയാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് രാജാവ് കഴിക്കുന്ന പോലെ കഴിക്കണം, അത്രയും നന്നായി കഴിക്കണം. അതേസമയം ഡിന്നർ ഒരു നമ്മുടെ ഒരു യാചകൻ ബെഗ്ഗർ കഴിക്കുന്ന പോലെ അത്ര കുറച്ചേ കഴിക്കാവുള്ളൂ. നമുക്കൊരു ദിവസത്തേക്ക് വേണ്ട. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അന്ന് മുഴുവൻ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും പഠിക്കാനും കളിക്കാനും ഒക്കെ വേണ്ട എനർജി ലഭിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻസും ഒക്കെയുള്ള ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായി കുട്ടികൾക്ക് നൽകേണ്ടതാണ്. അതൊരിക്കലും മുടക്കാൻ പാടില്ല, കുട്ടികളായാലും മുതിർന്നവരായാലും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബോഡി ഷേപ്പ് കിട്ടുന്നത്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഡിന്നറും ലഞ്ചും ഡിന്നറൊക്കെ രാത്രി കണ്ടമാനം ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഹാനികരമായി കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണശീലമാണ് ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കോയിൻ ചെയ്ത ഒരു ടേമാണ് ജങ്ക്സ്, അതായത് JUNC. ഇത് കുട്ടികൾക്ക് ഹാനികരമായ ഫുഡ് ഐറ്റംസിനെല്ലാം കൂടി ഷോർട്ട് ഫോം ആയി പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ ജങ്ക് ഫുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ജങ്ക് ഫുഡ്സ്, അതായത് കുട്ടികൾക്ക് ദഹിപ്പിക്കാൻ കുട്ടികൾക്ക് ആവശ്യമായതിലും അധികമായിട്ടുള്ള ഫാറ്റ്, കൊഴുപ്പ്, ഉപ്പ്, ഷുഗർ, അതേസമയം തന്നെ മറ്റ് മൈക്രോ ന്യൂട്രിയൻസ്, പ്രോട്ടീൻസിൻ്റെയും ഫൈബറിൻ്റെയും ഒക്കെ അളവ് കുറവായിരിക്കും. ഇനി U എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, അതായത് നമ്മൾ പാക്കറ്റിൽ ലഭിക്കുന്ന എല്ലാ ഭക്ഷണവും, അത് ചോക്ലേറ്റ് ആയിക്കോട്ടെ, വേറെ സ്നാക്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതൊക്കെ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. അതായത് അത് കേടുവരാതിരിക്കാൻ അതിലുള്ള കൊഴുപ്പൊക്കെ ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള കൊഴുപ്പ്, ശരീരത്തിന് ഹാനികരമായ കൊഴുപ്പാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണം എത്ര കാലവും, നമ്മൾ ലേസ് പോലെയുള്ള ചോക്ലേറ്റും ലേസും അതുപോലെയുള്ളതൊക്കെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പക്ഷേ കുട്ടികൾക്ക് വളരെ ഹാനികരമായതാണ്. പിന്നെ N എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂട്രീഷണലി ഇൻഅപ്രോപ്രിയേറ്റ് ഫുഡ്, അതായത് ചായ, കോഫി, ഇതൊന്നും കുട്ടികൾക്ക് യാതൊരു ഹെൽത്ത് ബെനിഫിറ്റും ഇല്ലാത്ത പാനീയങ്ങളാണ്. അതുപോലെ C, കാർബണേറ്റഡ്, കഫീനേറ്റഡ്, കളേർഡ് ഡ്രിങ്ക്സ്, അതായത് നമുക്ക് ബോട്ടിൽ ലഭിക്കുന്ന, നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാരൊക്കെ എനർജിക്ക് വേണ്ടി കുടിക്കുന്നുവെന്ന് പറയുന്ന ഇത്തരം പാനീയങ്ങളും കാര്യമായി കുട്ടികൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്തതാണ്, അതേസമയം തന്നെ ശരീരത്തിന് ദോഷമാണ്. ഇനി S എന്ന് ഉദ്ദേശിക്കുന്നത് ഷുഗർ സ്വീറ്റൻഡ് ബിവറേജസ്, നമ്മുടെ ഫ്രൂട്ടി പോലെയുള്ള നമ്മൾ ബോട്ടിൽ വാങ്ങുന്ന ജ്യൂസ്. ഇത്തരം ഇതിൽ 25% മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം പ്രിസർവേറ്റീവും ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് പോലെ ആഡ് ചെയ്യുന്ന മറ്റ് ഇതുമാണ് ഉണ്ടാവുക. അതൊക്കെ കുട്ടികൾക്ക് ദോഷകരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറ്, അതിൻ്റെ കൂടെ കറി, മീൻ, അതൊക്കെ കൂട്ടി കഴിക്കും. ഇതൊരു നമ്മൾ 100 ഗ്രാം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 കിലോ കലോറിയാണ് കിട്ടുക. അതേസമയം ഒരു ഡബിൾ ഡെക്കർ ബർഗർ കഴിച്ചു കഴിഞ്ഞാൽ 1100 കിലോ കലോറി ഉണ്ടാവും. അപ്പോൾ ഇത്രയൊന്നും കാലറിയുടെ ആവശ്യം കുട്ടികൾക്കില്ല. അവൻ്റെ ഒരു ദിവസത്തെ കാലറി ഈ ഒരു ബർഗറിൽ നിന്ന് തന്നെ അവന് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റു ഭക്ഷണവും കഴിക്കുമ്പോൾ കാലറി ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നു. അങ്ങനെയാണ് അത് കൊഴുപ്പായി മാറുന്നത്. ഇനി എങ്ങനെയാണ് ജങ്ക് ഫുഡ് നമുക്ക് ശരീരത്തിന് ഹാനികരമാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന്, കുട്ടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അതിലില്ല. ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പ്, ഉപ്പ്, ഷുഗർ, ഇതൊക്കെയാണുള്ളത്. ഇത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു. ഭാവിയിലേക്ക് ഡയബറ്റിക്സ്, ഹാർട്ട് ഡിസീസ്, ബ്ലഡ് പ്രഷർ എല്ലാം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല. നമ്മൾ വഴിയിലെ കഫേസിനും മറ്റും വാങ്ങി കഴിക്കുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. എത്രയോ കുട്ടികളെ കാണിക്കാൻ വരാറുണ്ട്. ഫ്രൈഡ് ചിക്കൻ കഴിച്ചു അല്ലെങ്കിൽ ബർഗർ കഴിച്ചു എന്ന് പറഞ്ഞ് വയറിളക്കവും പനിയും ഒക്കെ ആയി വരാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഷുഗർ, പേസ്ട്രിയും മറ്റും കഴിക്കുന്നവർക്ക് ഡെന്റൽ കേരീസ്, പല്ലിന് കേടുണ്ടാവാറുണ്ട്, അലർജി ഒക്കെ വരാറുണ്ട്. ഇനി എല്ലാവർക്കുമുള്ള സംശയമാണ് കുട്ടികൾക്ക് ജ്യൂസ് കൊടുക്കാമോ എന്നത്. പലരും ഇപ്പോൾ 6 മാസം മുതൽ തന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വയസ്സിലുള്ള താഴെ കുട്ടികൾക്ക് ഒരിക്കലും ജ്യൂസ് കൊടുക്കാനേ പാടില്ല. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കണമെങ്കിൽ 6 മാസം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം. കുട്ടികൾക്ക് ചവച്ച് അല്ലെങ്കിൽ കടിച്ചു തിന്നാൻ പറ്റുന്ന രീതിയിൽ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കൊടുക്കാം. ഒരിക്കലും നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം ജ്യൂസ് അടിക്കുന്നതോടുകൂടി നമ്മൾ ഫ്രൂട്ട്സിനുള്ള അതിൻ്റെ നല്ല എല്ലാ ഭാഗങ്ങളും നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഫൈബർ നഷ്ടപ്പെടുകയാണ്, അതിൻ്റെ പോഷകാംശം കുറയുകയാണ്. അതുപോലെ നമ്മളതിൽ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടിക്ക് അത് ദോഷമാണ്. അതുകൊണ്ട് 2 വയസ്സിന് മുമ്പ് ഒരിക്കലും ജ്യൂസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ 2 വയസ്സിന് ശേഷമാണെങ്കിൽ പോലും
2 മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് മാക്സിമം ഒരു 125 ml, അതായത് 1/4 ഗ്ലാസ്, അര ഗ്ലാസ്, 1/4 ഗ്ലാസ് അത്ര മാത്രമേ, അതും വീട്ടിൽ നിന്നും ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി അതിൽ ഷുഗർ ആഡ് ചെയ്യാതെ കൊടുക്കും, അതായത് പഞ്ചസാര ചേർക്കാതെയാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ മിൽക്ക് ഷേക്കും മറ്റും ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അതിലും നമ്മൾ വീട്ടിൽ നിന്ന് ഈ പ്രായത്തിന് ശേഷം കൊടുക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യാതെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട. അതുപോലെ ജ്യൂസ് പൗഡേഴ്സും മറ്റും എക്സ്ട്രാക്റ്റും ഒക്കെ കിട്ടും, അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഹൈ ഷുഗർ കണ്ടന്റും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇതിൽ നമ്മൾ ഈ സ്ഥിരം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഫ്രൂട്ടി, ഈ ഫ്രൂട്ടിയിൽ 73 ഗ്രാമാണ് ഒരു ബോട്ടിൽ ഫ്രൂട്ടിയിലുള്ള ഷുഗർ അവർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. 73 ഗ്രാം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-12 ടീസ്പൂൺ ഷുഗർ ഇട്ട പഞ്ചസാര നമ്മൾ വാരിയിടുന്ന അത്രയും ഷുഗർ ഉണ്ടാവും അതിൽ. ഇതൊക്കെ കുട്ടികൾക്ക് ഹാനികരമാണ്. ഇത്തരം ബോട്ടിലുള്ള ഫ്രൂട്ട് ജ്യൂസസ് ഒരിക്കലും കൊടുക്കാതിരിക്കുക. 2 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ജ്യൂസ് കൊടുക്കാൻ നിർബന്ധമാണെങ്കിൽ വീട്ടിൽ നിന്ന് ജ്യൂസ് അടിക്കുക, ഷുഗർ ചേർക്കാതെ കൊടുക്കുക. ഓക്കെ. മറ്റൊരു സംശയമാണ്, നമ്മൾ സാധാരണ ഹോർലിക്സ്, ബൂസ്റ്റ് ഇതുപോലെയുള്ള മിൽക്ക് സപ്ലിമെന്റ്സ് എന്ന് പറയും, നമുക്ക് കുട്ടികൾക്ക് പാലിൽ ചേർത്ത് കൊടുക്കും. ഇത് കുട്ടി എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നാൽ ഇതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് ഗോതമ്പാണ്. പക്ഷെ അതിനേക്കാളും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലവർ അതിൻ്റെ ഷുഗറും കുട്ടിക്ക് അതിനോടുള്ള ഇഷ്ടവും കൂട്ടാൻ വേണ്ടി, ഷുഗർ കണ്ടന്റ് കൂട്ടാൻ വേണ്ടി അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാറുണ്ട്, ഇത് മാനുഫാക്ചർ ചെയ്യുന്നവർ. അപ്പോൾ അത് കുട്ടിക്ക് അതിനൊരു അഡിക്ഷൻ തോന്നും, ഇതിൻ്റെ ടേസ്റ്റ് കാരണം. ഈ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാവിയിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും, പല്ലിന് കേടുണ്ടാക്കും, അതുപോലെ പൊണ്ണത്തടി എല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം മിൽക്ക് സപ്ലിമെന്റ്സ് നമ്മൾ കുട്ടികൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ പാല് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ, പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഒരല്പം ടേസ്റ്റ് മാറ്റാൻ വേണ്ടി മാത്രം ആഡ് ചെയ്യാം എന്നും. അതുപോലെ 5 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ചായയോ കോഫിയോ കൊടുക്കരുത്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ റെക്കമെൻഡേഷനാണ്. നമുക്കറിയാം പലരും 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരെ സ്ഥിരമായി ചായ കൊടുക്കുന്നുണ്ട്, അതും തന്നെ ബ്ലാക്ക് ടീ, കട്ടൻ ചായയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ കുട്ടിക്ക് ആവശ്യമുള്ള അയൺ ലഭിക്കാതിരിക്കാനും കുട്ടിയുടെ വിശപ്പില്ലാതെ പല കുട്ടികളെയും കൊണ്ടുവരാറുണ്ട്. കുട്ടി ഒന്നും കഴിക്കുന്നില്ല. എന്താ ഭക്ഷണം എന്ന് ചോദിച്ചാൽ രാവിലെ എണീച്ച് കഴിഞ്ഞ ഉടനെ ഒരു ഫുൾ ഗ്ലാസ് കട്ടൻ ചായയും 1-2 റസ്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇത് കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് അന്ന് ഉച്ച വരെ ഒരു വിശപ്പും ഉണ്ടാവില്ല. ഉച്ചയാകുമ്പോൾ ഇതേമാതിരി ചായയോ ഒരു ഗ്ലാസ് കഞ്ഞിയോ കൊടുക്കും. അതിങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ആവശ്യമുള്ള യാതൊരു പോഷകങ്ങളും ലഭിക്കുന്നില്ല. കുട്ടിക്ക് ചായക്ക് അഡിക്ഷൻ ഉണ്ടാവും, പിന്നെ ചായ ഇല്ലാതെ പറ്റില്ല, അത് സ്ഥിരമായി ചായ തന്നെ ചോദിക്കും. അപ്പോൾ കുട്ടിക്ക് ഒരിക്കലും ചായ ചായ, കോഫി, ബ്ലാക്ക് ടീ ഇതൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ എണീറ്റ് നിങ്ങൾക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാനീയം എന്നത് പച്ചവെള്ളമാണ്. അപ്പോൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതലായുള്ള മറ്റൊരു വിഷയമാണിത്. എല്ലാ കുട്ടികളും വീട്ടിലാണ്, അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കി കഴിക്കുന്നു, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഇത് പൊണ്ണത്തടി ഉണ്ടാകാനുള്ള മറ്റൊരു കാര്യം. പലരും ഭക്ഷണം കഴിച്ചതിന് ശേഷവും TV കാണുന്നവരുണ്ട്. ഈ കാണുന്ന സമയത്തും അവർ വല്ല സ്നാക്സോ ചിപ്സോ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കുട്ടിക്ക് പൊണ്ണത്തടി ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞു എന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകാനുണ്ട്. അപ്പോഴാണ് നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ തോന്നുന്നത്. എന്നാൽ നമ്മൾ വയറ് ഫില്ലായി കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പോഴേ ബ്രെയിനിന് ഇത് മനസ്സിലാവുന്നുള്ളൂ, നമ്മളെ വയറ് ഫില്ലായി എന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം വിശപ്പ് മാറാനാവുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നിർത്തേണ്ടതാണ്. എന്നാൽ TV കണ്ടുകൊണ്ട് കുട്ടികൾക്ക് മൊബൈലും കാണിച്ചും മറ്റും ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ അറിയുന്നില്ല കുട്ടിക്ക് എപ്പോഴാണ് വിശപ്പ് മാറുന്നത്, വയറ് നിറഞ്ഞു വന്നാൽ. നിങ്ങൾ ഫോൺ കാണിക്കുന്നത് എത്ര നേരമാണോ അത്രയും നേരം അവർ വാ തുറന്നു തരും, നിങ്ങൾ ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ കുട്ടികളുടെ വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി കൂടുന്നു. കുറച്ച് കഴിയുമ്പോൾ, ഒരു 1-2 വർഷം കഴിയുമ്പോൾ അവർക്ക് പിന്നെ തീർച്ചയായും പൊണ്ണത്തടി വരും. നമുക്കറിയാം, ഒരു 4 വയസ്സൊക്കെ ആകുമ്പോൾ പലരും പറയാം കുട്ടികളൊന്നും കഴിക്കില്ല, ഫോൺ നോക്കിയാണ് കഴിക്കുന്നത്, ഭക്ഷണം അല്ലാതെ കഴിക്കില്ല. ഇത്തരം കുട്ടികൾ 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും പൊണ്ണത്തടിയുള്ളവരായി മാറും. കാരണം അവരുടെ വയറ്റിൻ്റെ കപ്പാസിറ്റി, അവർ അധികം കഴിച്ച് കപ്പാസിറ്റി കൂടി അവർക്ക് പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ വരും. അങ്ങനെ അത് ഭാവിയിൽ പൊണ്ണത്തടി ഉണ്ടാക്കും. പിന്നെ സ്കൂളിലെ കുട്ടികൾ, മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം കുടിക്കുക എന്നത്. പല രക്ഷിതാക്കളും പറയാറുണ്ട് മക്കൾ സ്കൂളിലേക്ക് വലിയൊരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകും, തിരിച്ച് അതുപോലെ കൊണ്ടുവരും, കുടിക്കുന്നില്ല. ഇപ്പോൾ മിക്കവാറും സ്കൂളിലൊക്കെ നമുക്കറിയാം വാട്ടർ ഡ്രിങ്കിങ് ബെല്ലുണ്ട്. അതായത് 11 മണി
2 മണിക്കൊക്കെ ബെല്ലടിക്കുക. അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഹാഫ് കുപ്പി കുടിച്ചു തീർക്കണം. ഉച്ചയ്ക്ക് ശേഷം അതേമാതിരി ബാക്കിയുള്ളത് കഴിക്കുക. അതിനുവേണ്ടി ബെല്ലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും വീട്ടിലായത് കാരണം കുട്ടികൾ വെള്ളം കുടി വീണ്ടും വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 6 ഗ്ലാസ് മിനിമം വെള്ളം കുടിക്കും. 10 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ 10 12 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമാണ്. വെള്ളം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകും. അതേമാതിരി കോൺസ്റ്റിപ്പേഷൻ ആയ മലബന്ധം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വളരെ നമ്മൾ ആരും തിരിച്ചറിയാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫൈബർ എന്നത്. നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന നാരുള്ള ഐറ്റംസ്, അതിനെയാണ് നമ്മൾ ഫൈബർ ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ഫൈബേഴ്സ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ വയറ് ശുദ്ധീകരിക്കാൻ, മലം നന്നായി പോവാൻ ഫൈബർ ആവശ്യമാണ്. പിന്നെ ശരീരത്തിൻ്റെ ബാക്കി ദഹനം ശരിയായി നടക്കണമെങ്കിൽ ഫൈബർ ആവശ്യമാണ്. ഇത് നമ്മൾ ഓരോ കുട്ടികളുടെയും പ്രായം, ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, നമ്മൾ LP ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ ഫൈബർ എത്രയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവന് 10 ഗ്രാം, അതായത് പ്രായത്തിൻ്റെ കൂടെ ഒരു 5 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 4 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 9 ഗ്രാം ഫൈബറാണ് ഒരു ദിവസം വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ ഫ്രൂട്ട്സ്, ചെറിയ ആപ്പിൾ അല്ലെങ്കിൽ പേരക്ക, ഇത്ര ചെറിയ ഫ്രൂട്ട്സിലൊക്കെ 2 ഫ്രൂട്ട്സ് എടുത്ത് കൊടുത്താൽ തന്നെ 100 ഗ്രാം ഉള്ള 2 ഫ്രൂട്ട്സ് എടുത്താൽ തന്നെ ഏകദേശം 4 ഗ്രാം ഫൈബർ കിട്ടും. ഇനി ഒരു വലിയ ക്യാരറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു 100 ഗ്രാം ഒക്കെ ഉള്ള ക്യാരറ്റ് ഒക്കെ എടുത്താൽ അതിലൊരു 4 ഗ്രാം ഫൈബർ ഉണ്ട്. ഇനി നമ്മൾ വലിയ ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ, വലിയ ആപ്പിളോ വലിയ അനാറോ ഒക്കെ കൊടുത്താൽ 200 ഗ്രാം ഉള്ള ഒരു ഫ്രൂട്ട് ആണെങ്കിൽ അതിലൊരു 4 ഗ്രാം ഫൈബർ ഉണ്ട്. അതേപോലെ ഒരു 50 ഗ്രാം അല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അല്ല ചീര ഇലയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി വെക്കുന്ന ഇലയോ എന്തൊക്കെ ആണെങ്കിൽ അതിലൊരു 50 ഗ്രാം ഇല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 4 ഗ്രാം ഫൈബർ കിട്ടും. അപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഒരു 9 ഗ്രാം ഫൈബർ വേണമെങ്കിൽ അതിനൊരു വലിയൊരു ഫ്രൂട്ടും അതേമാതിരി ചെറിയ 1-2 ക്യാരറ്റോ കഴിച്ചാൽ അതിന് ആവശ്യമുള്ള ഫൈബർ അന്നത്തേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഫൈബറിൻ്റെ കുറവ് കൊണ്ടാണ് ഇപ്പോൾ മിക്കവാറും നമ്മളെ ഒപ്പിയിലൊക്കെ വരുന്നത് ഒട്ടുമിക്ക കുട്ടികൾക്കും ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം എന്നത്. എപ്പോഴും ബിസ്ക്കറ്റും മറ്റും കഴിക്കുന്നു, അതുപോലെ ചായ ധാരാളം കുടിക്കുന്നു, എന്നാൽ ഫൈബറുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കുന്നില്ല. അതുപോലെ ഇറച്ചി ഐറ്റംസ് ധാരാളം കഴിക്കുന്നുണ്ട്, പക്ഷേ ഫൈബർ ലഭിക്കുന്നില്ല. അങ്ങനെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു. പിന്നെ അതൊരു ക്രോണിക് ആയിട്ട് സ്ഥിരമായി കോൺസ്റ്റിപ്പേഷനായി അങ്ങനെ പോവുകയാണ്. അപ്പം വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫൈബറിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊണ്ണത്തടി ഉണ്ടാവും കുട്ടികൾക്ക് കുറച്ച് കഴിയുമ്പോൾ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ കുറേ കുട്ടികൾക്ക് ആ പ്രശ്നമുണ്ട്. ഇത് ഭാവിയിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏത് ലെറ്റർ എടുത്ത്, A to Z ഏത് ലെറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഞാൻ ഇതെല്ലാം ഒന്നും വായിക്കുന്നില്ല. പ്രധാനമായും ഹാർട്ടിൻ്റെ പ്രശ്നം, കൊളസ്ട്രോൾ, ലിവറിൻ്റെ ഫാറ്റി ലിവർ വരാം, പിന്നെ ശരീരത്തിൽ കല്ലുകൾ, ഗോൾ സ്റ്റോൺസ്, പിത്താശയത്തിലൊക്കെ കല്ല് വരാം, പ്രഷറിൻ്റെ പ്രശ്നം വരാം, ജോയിൻറ്റിൻ്റെ പ്രശ്നം, കിഡ്നി സ്റ്റോൺ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഈ പൊണ്ണത്തടി കൊണ്ട്, ചെറുപ്പത്തിലേ പൊണ്ണത്തടി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ വരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഹിഡൻ ഹങ്കർ, അതായത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് ശരീരത്തിലുണ്ടാവുന്നത്. ഇതിൽ ഞാൻ പ്രധാനമായും പറയാൻ പോകുന്ന അയൺ, സിങ്ക്, അയഡിൻ, വൈറ്റമിൻ A, D ആൻഡ് വൈറ്റമിൻ B. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇവയൊക്കെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പോൾ നമ്മൾ ധാരാളമായി കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ അയൺ ഡെഫിഷ്യൻസി. കുട്ടികൾക്ക് ആവശ്യമുള്ള അയൺ ലഭിക്കാത്ത മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. വളരെ കോമൺ ആണ്. ഇന്ത്യയിൽ മൊത്തം കുട്ടികളുടെ കണക്കെടുത്ത് നോക്കി ഏകദേശം 50 മുതൽ 60% കുട്ടികളും അയൺ ഡെഫിഷ്യൻ്റ് ആണ്. അതായത് പകുതിയിലധികം കുട്ടികൾക്ക് ആവശ്യത്തിന് അയൺ കിട്ടുന്നില്ല. അത് കാരണം നമുക്കറിയാം, പല കുട്ടികളും പറയും എപ്പോഴും ക്ഷീണമാണ്, അവനൊരു എനർജി ഇല്ല, ഒരു ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഒരു മടുപ്പാണ്, കളിക്കാൻ മറ്റു കുട്ടികളെ പോലെ ഓടി കളിക്കുന്നില്ല, സ്കിന്നിനൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നു, നഖമൊക്കെ പൊട്ടിപ്പോകുന്നു, സ്കിന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര പെയിലായി തോന്നുന്നു എന്നൊക്കെ. അതെ, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ വലിയ കൈ കുട്ടിയുടെ അച്ഛൻ്റെ കൈയാണ്. ആ ചെറിയ കൈ വലിയ കൈയുമായി വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര പെയിലാണെന്ന്. വൈറ്റ് ആയിരിക്കുന്നത് കാണാമല്ലോ. ഇത് ശരീരത്തിൽ ബ്ലഡിൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. ഇത്തരം പ്രശ്നങ്ങൾ, അതായത് കുട്ടിക്ക് എപ്പോഴും ക്ഷീണം, പഠനത്തിൽ ശ്രദ്ധിക്കുക, ഓർമ്മ കിട്ടുന്നില്ല പഠിച്ചിട്ടും, ഇതൊക്കെ രക്തക്കുറവിൻ്റെ, അയൺ കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ അയൺ കുറവ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കുട്ടിക്ക് അയൺ കൊടുത്തില്ലെങ്കിലാണ് പിന്നീട് അങ്ങോട്ട് രക്തക്കുറവ് ഉണ്ടാകുന്നതും വലിയ പ്രശ്നമാകുന്നു.
അതുപോലെ ചില കുട്ടികൾക്ക് എപ്പോഴും അസുഖം വരുന്നു, ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത പോലെ ഭയങ്കരമായി വാശി പിടിക്കുന്ന കുട്ടികൾ. പിന്നെ ചില കുട്ടികൾ മണ്ണും പേപ്പറും ഒക്കെ എടുക്കുന്നു, ആവശ്യത്തിന് വളർച്ചയില്ല. ഇതൊക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ അയണിന്റെ കുറവാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾ, രക്ഷിതാക്കൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പീഡിയാട്രീഷ്യനുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് രക്തക്കുറവുണ്ടോ അയൺ കുറവുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും നല്ല അയൺ ലഭിക്കുന്നത് നമുക്ക് ആനിമൽ സോഴ്സ് എന്നാണ്, അതായത് ആനിമൽ ഫുഡ്സ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, ചിക്കൻ, ലിവർ, മീറ്റ്, ബീഫ്, ഇതിലൊക്കെ എഗ്ഗിലും ഫിഷിലും ഒക്കെ അയൺ ലഭിക്കും. ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ വാട്ടർമെലൺ അയണിൻ്റെ ഗുഡ് സോഴ്സ് ആണ്. അതുപോലെ ബാക്കി ഒട്ടുമിക്ക ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും അയൺ ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ചായയുടെയും കോഫിയുടെയും കാര്യം ഞാൻ പറഞ്ഞു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക. ഈ ചായയുടെയും കോഫിയുടെയും മറ്റൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ കൂടെ ചായയോ കോഫിയോ കഴിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും അയൺ ശരീരത്തിലേക്ക് കയറാതെ തടയുന്നു. അത് കാരണം നമ്മൾ അയൺ ഉള്ള ഫുഡ് കഴിച്ചാലും അതിൻ്റെ കൂടെ ചായ കഴിച്ചു കഴിഞ്ഞാൽ ഈ അയൺ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നില്ല. അതുകൊണ്ടാണ് ചായ ഞാൻ മാക്സിമം ഈ വളരുന്ന പ്രായത്തിൽ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അയൺ അതേസമയം തന്നെ നമ്മൾ അയൺ അബ്സോർപ്ഷനെ നമ്മൾ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൽ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിയുള്ള ഫ്രൂട്ട്സ്, നമ്മൾ ഓറഞ്ച്, ഇതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ്, ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളും പാഷൻ ഫ്രൂട്ടും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പുളിയുള്ള ഇത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ, അയൺ ഉള്ള ഫുഡിൻ്റെ കൂടെ കഴിച്ചാൽ അത് അയൺ ശരീരത്തിൽ വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. മറ്റൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് ഡെഫിഷ്യൻസിയും വളരെ കോമൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ് സിങ്ക്. സ്കിന്നിന് ആവശ്യമുള്ളതാണ്, വയറിന് ആവശ്യമുള്ളതാണ്. സിങ്ക് ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾ സ്ഥിരമായി ഡയറിയ, ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരുന്ന കുട്ടികളുണ്ട്. എല്ലാ 2 മാസം കൂടുമ്പോൾ വയറിളക്കം വരുന്നു, വയറ്റിൽ നിന്ന് വെള്ളം പോലെ പോകുന്നു. മിക്കവാറും ദഹനക്കേടാണ്, ഭക്ഷണത്തിൻ്റെ ദഹനക്കേടാണെന്ന് വിചാരിച്ചിരിക്കും. എന്നാൽ അത് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വയറിളക്കത്തിന് കുട്ടികളെ കാണിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് സിങ്ക് 1-2 ആഴ്ച കഴിക്കാൻ തരാറുണ്ട്. അതുപോലെ തന്നെ സിങ്ക് സ്കിന്നിന് ആവശ്യമുള്ളൊരു വൈറ്റമിൻ കൂടിയാണ്. മറ്റൊരു ഡെഫിഷ്യൻസി ആണ് അയഡിൻ ഡെഫിഷ്യൻസി എന്നത്. ഇത് മുമ്പൊക്കെ ഭയങ്കര കോമൺ ആയിരുന്നു. തൈറോയിഡ്, കഴുത്തിൽ മുഴയുള്ള കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ധാരാളം കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപ്പിലും മറ്റും അയഡിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം തന്നെ അയഡിൻ്റെ ഡെഫിഷ്യൻസി അത്ര കോമൺ ആയി കാണാറില്ല. ഇപ്പോൾ കൂടുതലും തൈറോയിഡിൻ്റെ പ്രശ്നം നമ്മൾ കുട്ടികളിൽ കാണുന്നത് ജന്മന തൈറോയിഡിന് പ്രശ്നമുള്ളവരാണ്. ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. നമ്മൾ തൈറോയിഡ് കുട്ടികൾക്ക് ജന്മന തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള കുട്ടികൾ നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾ ഭാവിയിൽ മന്ദബുദ്ധികളായി മാറും. തൈറോയിഡ് കുട്ടിയുടെ ഈ 2-3 വയസ്സിനുള്ളിൽ കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്കും ശരീര വളർച്ചയ്ക്കും ഒക്കെ ആവശ്യമുള്ള ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. ഇപ്പോൾ അമ്മയ്ക്ക് അയഡിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ കുറവുണ്ടാവും, അതിനെ കുട്ടിയെയും ബാധിക്കാനും സാധ്യതയുണ്ട്. ഇനി അയഡിൻ റിച്ച് ആയിരിക്കുന്ന ഫുഡ് ഫിഷ് നമ്മുടെ കടൽ മത്സ്യം, ചെറിയ അയല, മത്തി, ഇതിലൊക്കെ ഉണ്ട്. അതുപോലെ ബാക്കി ചെറിയ പയറുവർഗ്ഗങ്ങളിലും മുട്ടയിലും ഒക്കെ അയഡിനുണ്ട്. നമ്മളിപ്പോഴും എല്ലാവരും അയഡൈസ്ഡ് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഈ അയഡിനുള്ള ഉപ്പ് എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ അയഡിൻ നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ എപ്പോഴും ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക. പാകം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലും ഉപ്പ് ചേർക്കരുത്, കാരണം അതും അയഡിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ജന്മന കുട്ടികളിൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാൻ കാരണമാകും അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ ഞാൻ പറഞ്ഞു സ്കിന്നിനും അതിൽ കൂടുതൽ കണ്ണിന് ആവശ്യമുള്ളൊരു വൈറ്റമിനാണ്. ഇതും ഇപ്പോൾ അത്ര കോമൺ ആയി കാണുന്നില്ല, കാരണം നമ്മളിപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ എ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട് 6 മാസം കൂടുമ്പോൾ. നമുക്ക് ഡാർക്ക് അഡാപ്റ്റേഷൻ, അതായത് നൈറ്റിൽ കാണുവാൻ, നമ്മളിപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാം. കുറച്ചു നേരം കഴിയുമ്പോൾ പക്ഷേ നമുക്ക് കാഴ്ച ഒന്ന് ക്ലിയർ ആയി വരും. ഇതിനെയാണ് നമ്മൾ ഡാർക്ക് അഡാപ്റ്റേഷൻ, അതായത് പെട്ടെന്ന് ഇരുട്ടാകുമ്പോൾ നമ്മുടെ കണ്ണ് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു കഴിവ്
വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് രാത്രി കാഴ്ച വല്ലാതെ കുറയുന്നു. എന്നാൽ ഭാഗ്യവശാൽ നമ്മളിപ്പോൾ സപ്ലിമെന്റേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റമിൻ എ ഒരു വലിയ പ്രോബ്ലമായി കാണാറില്ല. പ്രധാനമായും മഞ്ഞ യെല്ലോ കളറുള്ള ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ ക്യാരറ്റ്, പിന്നെ നമ്മുടെ നെയ്യ്, ഗീ, ഫിഷ്, ഇതിലൊക്കെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ ഇപ്പോൾ കോമൺ ആയി കാണുന്ന മറ്റൊരു പ്രോബ്ലമാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. ഈ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, കുട്ടികളുടെ കാലിന് വളവ് വരുന്നത്, റിക്കറ്റ്സ് എന്നാണ് ഈ കണ്ടീഷന് പറയാം. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് കാൽസ്യം നഷ്ടപ്പെടും. അത് കാരണം എല്ലുകൾ കുട്ടിയുടെ ഭാരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് വളഞ്ഞു പോകും. അങ്ങനെയാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഇത് മുൻപൊക്കെ വൈറ്റമിൻ ഡി എന്ന് നമുക്കറിയാം, സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുക. അതായത് നമ്മൾ വെയിൽ കൊള്ളുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ ഉണ്ടാകുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ രാവിലെ ഒരു 11 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 3 മണി വരെയുള്ള സമയത്ത് ഉള്ള വെയിലിലൂടെയാണ് നമുക്ക് ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. അല്ലാതെ പലരും രാവിലെയുള്ള വെയിൽ കൊണ്ടതുകൊണ്ട് ഈ വൈറ്റമിൻ ഡി ഉണ്ടാവില്ല. പണ്ടൊക്കെ കുട്ടികൾ ധാരാളം പുറത്തിറങ്ങി കളിക്കുകയായിരുന്നു, വെയിൽ കൊള്ളുവാൻ. ഇപ്പോൾ പാൻഡമിക്കും ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾ എല്ലാവരും തന്നെ വീടിനകത്താണ്. അതുകൊണ്ട് തന്നെ മുമ്പ് കണ്ടതിലും കൂടുതലായി ഇപ്പോൾ റിക്കറ്റ്സ്, അതായത് കാലിന് വളവുള്ള കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കുട്ടികളെ സേഫ് ആയിട്ടുള്ള അവസരങ്ങളിൽ മാക്സിമം പുറത്ത് കളിക്കാൻ വിടും. ഒരു 1 അവറെങ്കിലും കുട്ടികൾ പുറത്ത് വെയിലത്ത് കളിക്കണം. എന്നാലേ അവന് ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിൻ ഡി ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് 1 വയസ്സ് വരെ വിറ്റാമിൻ ഡി കൊടുക്കുന്നുണ്ട്. ഇതിന് കാരണം ബ്രസ്റ്റ് മിൽക്കിൽ, മുലപ്പാലിൽ വൈറ്റമിൻ ഡി കുറവായതുകൊണ്ടാണ് നമ്മൾ 1 വയസ്സ് വരെ സപ്ലിമെന്റ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി ഞാൻ നേരത്തെ പറഞ്ഞു, വെയിലിൽ കൊള്ളുന്നതിലൂടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുപോലെ ചീസിലുണ്ട്, മിൽക്കിലും മറ്റ് ഫിഷിലും ഒക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് വൈറ്റമിൻ ബി കോംപ്ലക്സ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, പല കുട്ടികളുടെയും നാവ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നമ്മൾ സാധാരണ നാവിൽ നമ്മൾ ടേസ്റ്റ് ബഡ്സ് കാണും, ടേസ്റ്റ് പാപ്പില്ല എന്ന് പറയും. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഉള്ള, വൈറ്റമിൻ ബി ആവശ്യത്തിനില്ലാത്ത കുട്ടികളുടെ നാവ് നിങ്ങൾ ഈ മിഡിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ടേസ്റ്റ് ബഡ്സ് ഒന്നും കാണില്ല. അപ്പോൾ ഇത് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അതേപോലെ ചുണ്ടിന് വശങ്ങളിലൊക്കെ പൊട്ടുക, തൊലി പൊളിഞ്ഞു പോവുക, ചുണ്ടിന്റെ തൊലി പോവുക, കണ്ണിനടുത്തുള്ള ആ ഭാഗങ്ങൾ, സ്കിന്നിനൊക്കെ തൊലിയുടെ പൊള്ളും, ഇതൊക്കെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇതിന്റെ ഡെഫിഷ്യൻ. പലർക്കും നിങ്ങൾക്കറിയാം, നിങ്ങൾ വായ്പുണ്ണും മറ്റുമായി ഡോക്ടറെ കാണിക്കുമ്പോൾ എപ്പോഴും 2 ആഴ്ച വൈറ്റമിൻ ബി കോംപ്ലക്സ് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതും കുട്ടികൾക്ക് സാധാരണ കാണുന്ന ഒരു ഡെഫിഷ്യൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മിക്കവാറും ഐറ്റംസിലൊക്കെ തന്നെ വൈറ്റമിൻ ബി ഉണ്ട്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയാലും ഇറച്ചി, മുട്ട, ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ധാരാളമായി നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ന്യൂട്രീഷനും പോഷകാഹാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല, പക്ഷെ ഞാൻ ഈ സ്ലൈഡ് കൂടി ഇതിൽ ഉൾപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു LP സ്കൂൾ ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരീസ് ടീത്ത്, അതായത് പല്ലിന് കേട് വരുന്നത്. ഇത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നമ്മൾ കുറേ ലേറ്റ് ആയതിനു ശേഷമാണ്, കുട്ടിക്ക് പല്ലൊക്കെ പൊടിഞ്ഞു പോയി വേദന വന്നതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ഫസ്റ്റ് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഇവിടെ നമ്മുടെ മുകൾ ഭാഗത്തെ ചുണ്ട് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി മഞ്ഞ കളറിലെ ചെറിയ സ്പോട്ടുകൾ കാണാം. ഇതാണ് പല്ല് കേട് വരുന്നതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ ഈ അവസരത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ രണ്ടാമത്തെ ഇതൊക്കെ നമ്മൾ ഏകദേശം അഡ്വാൻസ്ഡ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. ഇതിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിലാണ് അവസാനം ഈ പല്ലിന്റെ കുറ്റി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ഇത്തരം അവസരങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് പ്രൈമറി ടീത്താണ്, അതാണ് നമ്മുടെ കഴിഞ്ഞു പോകാനുള്ള പല്ലാണ്. പക്ഷെ ഇത് 6 വയസ്സാകുമ്പോഴേ കൊഴിഞ്ഞു പോകുള്ളൂ, 6 വയസ്സിന് ശേഷം. അപ്പോൾ കുട്ടികൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ കുട്ടി 6 വയസ്സ് വരെ ഈ വേദനയും സഹിച്ച് നടക്കണം. അപ്പോൾ ഈ നേരത്തെ തന്നെ ഈ കാരീസ് വരുന്ന ഈ ആദ്യത്തെ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ മുകൾ ഭാഗത്തെ ചുണ്ട് പൊക്കി നോക്കുക, കുട്ടികളുടെ ഓരോ മാസത്തിലും ചെയ്യുക. ഇങ്ങനെ ചെറിയ കാരീസിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് അത് ഫർദറായി പ്രോഗ്രസ് ചെയ്യാതെ കൂടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല്ല് കേടാവുന്നത് തടയാവുന്നതാണ്.
മിക്കവാറും ഈ ഭാഗം നമ്മുടെ കണ്ണിൽ പെടാത്ത ഭാഗമാണ്, മുകൾ ഭാഗത്തെ ചുണ്ടിൻ്റെ അടിയിലുള്ള. താഴെ ഭാഗത്ത് അത്ര കാരീസ് വരാറില്ല സാധാരണ കുട്ടികൾക്ക്. അപ്പോൾ മുകൾ ഭാഗത്താണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ എപ്പോഴാണ് കുട്ടികളെ ബ്രഷ് ചെയ്യിപ്പിക്കേണ്ടത്? കുട്ടിക്ക് പല്ല് വന്ന് അപ്പം മുതൽ തന്നെ, അതായത് 6 മാസത്തിന് ശേഷം പല്ല് വന്ന് അപ്പം തന്നെ നമുക്ക് ബ്രഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്യേണ്ടതാണ്. നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എണീറ്റ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. എന്നാൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ബ്രഷ് ചെയ്യേണ്ടത്. കാരണം രാത്രി നമ്മൾ ബ്രഷ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ പ്രത്യേകിച്ച് പല്ലിൽ അഴുക്കോ ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ രാവിലെ മുതൽ കഴിക്കുന്ന പദാർത്ഥങ്ങളും മറ്റും നമ്മൾ പല്ലിൽ കുടുങ്ങി കിടക്കും. അതാണ് പിന്നെ കാരീസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണം ലഭിക്കുന്നത്. അതുപോലെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബ്രഷ് ചെയ്യുക. ഈ 2 സമയങ്ങളാണ്. രാവിലെ ഭക്ഷണത്തിന് ശേഷവും, ഭക്ഷണത്തിന് മുമ്പല്ല, ഭക്ഷണത്തിന് ശേഷവും, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുക. ഇനിയിപ്പോൾ കുട്ടികൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാമോ, എത്ര വയസ്സ് മുതൽ പേസ്റ്റ് ഉപയോഗിക്കാം എന്നൊക്കെ രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. നമുക്ക് സാധാരണ ബ്രഷ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ അളവിൽ ചെറിയൊരു സ്മിയർ ആയിട്ട് പേസ്റ്റ് 1 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്ക് ഫ്ലൂറൈഡ് പേസ്റ്റാണ് വേണ്ടത്, അവരുടെ പല്ലിൻ്റെ കാരീസ് കൂടാതിരിക്കാൻ. അതുപോലെ 2 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചൊരു ചെറിയ പീയുടെ സൈസിൽ അത്രയും പേസ്റ്റ് എടുക്കാവുന്നതാണ്. എന്നിട്ട് 2 നേരം ബ്രഷ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാരീസ് വരുന്നത് വളരെ പെട്ടെന്ന് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.